ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തൊരു ഷൂട്ടാണ്. അത് ഇവിടെ ദുബായിലല്ല, റാസൽ കൈമേൽ നമുക്കൊരു ഓപ്പൺ ഹൗസ് നടക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ രാവിലെ റെഡി ആയിട്ട് ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഓഫീസ് ക്യാബ് വരും. ക്യാബിൽ നേരെ റാസൽ കൈമ അവിടെ ഒരു റിസോർട്ടിലാണ്. എന്നെ ഒരു അരമണിക്കൂർ പോസ്റ്റ് ആക്കിയിട്ട് ഈ നടന്നു വരുന്നതാണ് നമ്മുടെ സാരഥി. നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറോളം യാത്ര ഉണ്ട്. ഇത് എൻ്റെ പുറകിലുള്ളതാണ് നമ്മുടെ കൂടെ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമാണ്. ഇത് മേരി, ഇത് ആയ, ഇത് നമ്മുടെ അബ്ബാസ്. ഭയങ്കര ബിസിയാണ്. വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. വെറുതെ കാര്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഫൈൻ അടിച്ച് കെട്ടുന്നുണ്ട്. Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change. Let me take a mind, cherry lady. To win it life, I never miss, that's fact, taking big swings, bitch, hand me the bat, put me in the ring, you'll go out in a bag, cause I sing what I mean. മെയിൻ റോഡിൽ നിന്ന് അനന്താരയുടെ ആ ഒരു ഏരിയയിലോട്ട് കയറുമ്പോൾ തന്നെ അവർ ചുറ്റും 2 സൈഡിലും നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ വെച്ച് റോഡ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. So I wanna live real. We reached Anantara, Ras Al Khaimah. Why you came here? Today we have an open house Okay. with RAG Properties and PSI. Stay tuned. ഇതിപ്പോൾ നമ്മൾ കയറി ഇങ്ങനെ വരുന്നതാണ് അനന്താരയുടെ ഒരു ലോബിയിൽ ഡോറ് തുറന്ന് നമ്മൾ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഇവർ ശരിക്കും ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കടലാണ്. ബീച്ച് വ്യൂ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ ഈ ലോബി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും ക്രിസ്മസ് ട്രീ ഒക്കെ ഈ പറയുന്ന ഇവർ ഈ ലോബിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ ഹൗസ് നടക്കുന്ന ഈ ഒരു ഓഫീസിൻ്റെ വെളിയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ. ഭയങ്കര രസമാണ്. ഇവിടെ 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. നമ്മളിവിടെ 10 മണിയാകുമ്പോൾ ആരും എത്തിയിട്ടില്ല. ഇനി എനിക്ക് കുറച്ച് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കണം. എടുത്തതിന് ശേഷം ഇവിടെ ക്ലയൻറ്റൊക്കെ വരുമ്പോൾ ക്ലയൻറ്റിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒഫീഷ്യൽ പ്രോഗ്രാമാണ്. ഇതെല്ലാം ഷൂട്ട് ചെയ്യണം. നമ്മുടെ കമ്പനിയുടെ പേര് PSI റിയൽ എസ്റ്റേറ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ടീമിന് ഞാൻ അറിയിച്ച് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇനി എനിക്ക് ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ദുബായിൽ വന്നതിന് ശേഷമാണ് മീഡിയയിൽ നിന്നും റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്തത്. ഞാനങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. കാര്യം മീഡിയയിൽ നിന്ന് നേരെ എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ്. എങ്ങനെ ആ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ വർക്ക് കൾച്ചർ എനിക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ റിയൽ എസ്റ്റേറ്റിൽ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ശരിക്കും മീഡിയയിലും റിയൽ എസ്റ്റേറ്റിലും വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ കുറച്ചുകൂടെ കംഫർട്ട് ഫീൽ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് വർക്ക് ചെയ്യുമ്പോഴാണ്. സോ ഗൈസ്, അപ്പം ഇതാണ് അനന്താര റിസോർട്ട്. ഇത് റാസൽ കൈമയിലാണ്. നമ്മുടെ ഓപ്പൺ ഹൗസിന് ഇപ്പോൾ ഒരു ബ്രേക്കാണ്. ആ ബ്രേക്ക് സമയത്ത് ഈ റിസോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. കാര്യം കിട്ടിയ അവസരം നമ്മൾ മലയാളികളല്ലേ, നമ്മൾ മുതലാക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഈ പുറകിൽ അടിപൊളി ഒരു ബീച്ചാണ്. കാര്യം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് പറഞ്ഞാൽ ഇവിടെ നല്ല നട്ടുച്ച സമയം, എന്നാലും നല്ല കോൾഡാണ്. കാര്യം ഇപ്പം ശരിക്കും ദുബായിൽ അല്ല ഓൾ ഓവർ UAE ഈ പറഞ്ഞിട്ട് വിൻ്റർ സമയമാണ്. നല്ല തണുത്ത കാറ്റെന്ന് വെച്ചാൽ അടിപൊളി തണുത്ത കാറ്റ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ലയൻറ്റുകൾ വന്നു തുടങ്ങും. അപ്പോൾ ഈ ബ്രേക്ക് കഴിയുമ്പോഴത്തേന് ആ സമയത്തേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് വീഡിയോയുടെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു നിങ്ങളെ എന്നാൽ ഈ റിസോർട്ടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ UAE ഉള്ളവർക്കൊക്കെ സ്റ്റേക്കേഷൻ അല്ലെങ്കിൽ വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. ശരിക്കും ഒരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് അനന്താര റിസോർട്ട്. കാര്യം സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി സിറ്റിയൊക്കെ വിട്ട് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിനെയൊക്കെ വെല്ലുന്ന രീതിയിലാണ് ഇവർ ഈ അനന്താര ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടാണ്. ശരിക്കും മരുഭൂമിയിലാണ് ഇങ്ങനെ ഒരു റിസോർട്ട് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു കൈയ്യടി കൊടുക്കേണ്ടത് നമുക്ക്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ മാത്രമല്ല ഓൾ ഓവർ UAE ഇവിടുത്തെ ഗവൺമെൻറ് ക്ലീനിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ UAE ദുബായിലൊക്കെ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും ശരിക്കും ഗവൺമെൻറ് ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നൈറ്റ് ഒരു 12-1 മണി സമയത്തൊക്കെ സിറ്റിയിൽ കൂടെ പോകുന്നവർക്ക് കാണാം ഒരുപാട് ആളുകൾ ഈ സിറ്റി ക്ലീൻ ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്.
ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് നമ്മുടെ ഇവിടുത്തെ ലോബിയിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഈ പറയുന്ന ബീച്ചിലേക്കും റിസോർട്ടുകളിലേക്കൊക്കെ. അപ്പോൾ അതിന് ഇവിടുന്ന് ഇവരൊരു ബഗ്ഗി സർവീസ് ഉണ്ട്. അതായത് നമ്മൾ ലോബി വന്നിട്ട് നമുക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അവരവിടെ നമ്മളെ കൊണ്ടാക്കും. ശരിക്കും റിസോർട്ടൊക്കെ കണ്ട് റിസോർട്ടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ബഗ്ഗിയിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ പറ്റും. എൻ്റെ ഈ പുറയിൽ കാണുന്നതാണ് ബീച്ച്. നല്ല അടിപൊളി ബീച്ചാണ്. വൈകുന്നേരം ഇപ്പം പറ്റത്തില്ല, ഇപ്പോൾ ഇച്ചിരി നല്ല വെയിലൊക്കെ. വൈകുന്നേര സമയത്ത് ആ സൺസെറ്റ് സമയത്തൊക്കെ നമ്മളിവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിള്ളേരെ കൊണ്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. കൊച്ചുങ്ങൾക്ക് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ബീച്ചിലൊക്കെ ഒന്ന് കളിക്കാം, എടുക്കാം. അങ്ങനെ ആ ഒരു രീതി നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു ഏരിയയാണ്. പിന്നെ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ വെതർ എൻ്റെ മോനെ അമേസിങ് വെതറാണ്. എന്നിട്ട് ഇപ്പോൾ നല്ല നട്ടുച്ച സമയമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു തണുപ്പെന്ന് പറഞ്ഞിട്ട് നല്ല രസം. തണുത്ത കാറ്റിങ്ങനെ കടലിൽ നിന്ന് അടിക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിങ്ങനെ എപ്പോഴും പറയും ഇതേപോലൊരു വെതറായിരുന്നു ഈ പറയുന്ന എല്ലാ 12 മാസവും ദുബായിലെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കുഞ്ഞും ഈ പറയുന്ന UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വേറൊരു കൺട്രിയിലോട്ട് പോകത്തില്ല. അത്ര രസമാണ് ഇവിടുത്തെ ഒരു വിന്റർ സമയത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. Mary, can you tell the people how was today's experience? How is Anantara? It's an amazing place. Guys, you should visit Anantara. It's the best spot for someone who loves the beach, the amenities, luxury. Please visit Anantara in Ras Al Khaimah. സോ അപ്പം ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ ഔട്ട്ഡോർ ഷൂട്ടിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ. ഇത് ഇപ്പോൾ ഓപ്പൺ ഹൗസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ റിസോർട്ട് കാര്യങ്ങളൊക്കെ വന്നത്. അതല്ലാതെ ഈ നമ്മൾ പ്രോപ്പർട്ടി ഷൂട്ടിന് പോകും. അതായത് ഈ വലിയ വില്ലാസ് ഒക്കെ ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മുടെ ഏജൻസി ഇതുപോലെ വരും. ഏജൻസിനെ കൊണ്ട് പോയിട്ട് ക്യാമ്പയിൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് വരുന്ന സമയത്ത് അങ്ങനെ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഞാൻ അടുത്തൊരു വീഡിയോ ഇടാം. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നമസ്കാരം.